1000-ഓളം വരുന്ന പണ്ഡിതന്മാർക്ക് ഇസ്ലാമിന്റെ അറിവ് പകർന്നു കൊടുത്ത ശൈഖുനാ. സഹോദരന്മാരെ, അവിടത്തേക്ക് അല്ലാഹു കൊടുക്കുന്ന പവർ എത്രയാണ്! ഇന്നലകളിൽ അവിടെ ഒരുപാട് ത്യാഗം സഹിക്കുകയാണ്. ഇസ്ലാമിന് വേണ്ടി, സുന്നത്തി ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ അല്ലാഹു ഒരുപാട് പരീക്ഷണം അദ്ദേഹത്തിന്റെ മുമ്പിൽ നൽകുകയാണ്. അറിയില്ലേ, നിങ്ങൾക്കൊരു കാലത്ത് സൗദി അറേബ്യയുടെ റിയാദിൽ വെച്ചുകൊണ്ട് മഹാനായ ഉസ്താദ് അവിടെ കൽത്തുറങ്കിൽ അടക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ബിദ്അത്തിന് വളരാൻ കഴിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ലേ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പണ്ഡിതനെ സംബന്ധിച്ച് അയാൾ മുശ്രിക്കാണെന്ന് അവിടെയുള്ള നിയമപാലകരെ തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ മഹാനായ കാന്തപുരം ഉസ്താദിന്റെ കാലുകളിലേക്ക് ചങ്ങല ബന്ധിപ്പിച്ചുകൊണ്ട് ഉസ്താദിന്റെ കാലിലേക്ക് ബന്ധിപ്പിച്ച ചങ്ങലയുടെ മറ്റേ അറ്റോ ഉസ്താദിന്റെ കൂടെയുണ്ടായിരുന്ന ഖാദിമിന്റെ കൈകളിലേക്ക് ബന്ധിപ്പിക്കുന്നു. അങ്ങനെ ഉസ്താദ് ചങ്ങലയിട്ട കാലുകൊണ്ട് നടന്നു പോകുമ്പോ അവിടത്തെ കൂടെ കയ്യിലേക്ക് അതിന്റെ തല ബന്ധിച്ച സഹോദരന് എഴുന്നേറ്റ് നിന്നാൽ ഉസ്താദിന്റെ കാല് വേദനിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ടതാ സഹോദരൻ റോഡിലൂടെ ഉസ്താദിന്റെ കൂടെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ്. ഇങ്ങനെ വളരെയധികം അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വന്നപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തന പദങ്ങളിൽ ഇമാമുമാര് നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങള് അങ്ങനെ തന്നെ അല്ലാഹു ശൈഖുനയിലേക്ക് നൽകിയപ്പോൾ ആ പരീക്ഷണങ്ങൾ മുഴുവനും പ്രതിരോധിച്ച് ഉസ്താദ് പ്രവർത്തന രംഗത്ത് വന്നപ്പോൾ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. അതേ പരീക്ഷണങ്ങളുണ്ടാകുമ്പോൾ പിന്മാറാതെ, വിഷമങ്ങളുണ്ടാകുമ്പോൾ പിറകോട്ടു പോകാതെ ആർക്കാണോ ദീനിന്റെ വഴിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് അവർക്ക് അല്ലാഹു നല്ല നല്ല വഴി തുറന്നു കൊടുക്കുമെന്ന് ദീൻ പറഞ്ഞില്ലേ? അതല്ലേ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് ഉസ്താദിന്റെ കാലിന് ചങ്ങലയിട്ടുകൊണ്ട് റിയാദിന്റെ ജയിലിലേക്ക് കൊണ്ടുപോയ സമയത്ത് അന്ന് ഉസ്താദിനെ കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ മുമ്പിലുണ്ടായിരുന്ന പോലീസ് വണ്ടികൾ ഒരു തടവ് പുള്ളിയെ കൊണ്ടുപോകാനുള്ള പോലീസ് വാഹനമായിരുന്നെങ്കിൽ ഇന്ന് AP ഉസ്താദ് റിയാദിന്റെ എയർപോർട്ടിൽ ഇറങ്ങിയാൽ, അതേ ജിദ്ദ എയർപോർട്ടിൽ ശൈഖുനാം ഇറങ്ങിയാൽ അവിടത്തെ വാഹനത്തിന്റെ മുമ്പിലും ശേഷവുമായി അല്ലാഹു പോലീസ് വണ്ടിയെ വെച്ചിട്ടുണ്ട്. അത് സൗദിയുടെ ഭരണാധികാരികളുടെ മുന്നിലേക്ക് ആദരണീയനായ അതിഥിയായി വരുന്ന ഒരു അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടി ഗവൺമെന്റ് അയക്കുന്ന ബഹുമാനത്തിന്റെ വണ്ടിയാണെങ്കിൽ വല്ലദീന ജാഹദൂ ഫീനാ. പോരാ സഹോദരന്മാരെ, പരിശുദ്ധമായ കഅബാലയോ ഇന്ന അവ്വല ബൈത്തിൻ ബുളിയ ലിന്നാസി ലല്ലദീ ബിബക്കാ. അല്ലാഹു ഭൂമിയിൽ ആദ്യമായി ആരാധനക്ക് നിർമ്മിച്ച കഅബാലയോ, ആ കഅബാലയത്തിന്റെ വിശുദ്ധി നമുക്ക് അറിയാമല്ലോ. ആ കഅബാലയം വർഷത്തിൽ 2 പ്രാവശ്യമാണ് കഴുകാറുള്ളത്. ആ കഴുകൽ ചടങ്ങ് ലോകത്തെ മുസ്ലിങ്ങൾക്ക് വലിയ ആദരവുള്ള ചടങ്ങാണ്. ആ പരിപാടിയിൽ നിന്ന് അവസരം കിട്ടൽ വലിയ തൗഫീഖുള്ള കാര്യമാണ്. ആ കഅബാലയത്തിന്റെ അകത്തൊന്ന് കയറി നിസ്കരിക്കാൻ അല്ലാഹു നമുക്കും ദുആ കൊണ്ട് കടപ്പെട്ടവർക്കും തുണയാകട്ടെ. അതൊരു വലിയ ഭാഗ്യമാണ് മുസ്ലിങ്ങളെ. ഒരു കാലത്ത് ഉസ്താദിന്റെ കാലിന് ചങ്ങലക്കിട്ട ഭരണാധികാരികൾ പിന്നീടതാ കഅബാലയത്തിന്റെ കഴുകൽ ചടങ്ങ് നടക്കുമ്പോ ആരെയാണോ പണ്ട് ഞങ്ങൾ ചങ്ങലക്കിട്ട് വേദനിപ്പിച്ചത് ആ പണ്ഡിതനെ തന്നെ ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. മക്കയിൽ വിശുദ്ധ കാബ കഴുകൽ ചടങ്ങ് നടന്നു. മക്ക ഗവർണർ മിഷാൽ ബിൻ അബ്ദുള്ള രാജകുമാരൻ ചടങ്ങിന് നേതൃത്വം നൽകി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖർ ചടങ്ങിനെത്തി. സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവിനെ പ്രതിനിധീകരിച്ച് മക്ക ഗവർണർ മിഷാൽ ബിൻ അബ്ദുള്ള രാജകുമാരൻ കാബ കഴുകൽ ചടങ്ങിന് നേതൃത്വം നൽകി. പനിനീർ കലർത്തിയ സംസം വെള്ളം ഉപയോഗിച്ച് കാബയുടെ ചുമരുകൾ തുടച്ചുകൊണ്ടാണ് ഗവർണർ ചടങ്ങിന് തുടക്കം കുറിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളും പണ്ഡിതരും മറ്റു പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ സംബന്ധിച്ചു.
മലയാളികളായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, വ്യവസായി സിദ്ദീഖ് അഹമ്മദ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. വിശുദ്ധ കഅബക്കകത്ത് പ്രവേശിക്കാനും കഴുകൽ ചടങ്ങിൽ സംബന്ധിക്കാനും അവസരം ലഭിച്ചതിനുള്ള സന്തോഷം കാന്തപുരം പങ്കുവച്ചു. സമുദായത്തിന്റെയും ലോകത്തിന്റെ തന്നെയും ഉള്ള അവസ്ഥകൾ ആലോചിച്ച് ബുദ്ധിമുട്ടുന്ന ഈ കാലഘട്ടത്തിൽ അതിന്റെ എല്ലാം നന്മകൾക്ക് വേണ്ടി കിട്ടിയ സമയത്ത് ദുആ ചെയ്തിട്ടുണ്ട്. കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു കഅബ കഴുകൽ ചടങ്ങ് നടന്നത്. ഹജ്ജിന് ശേഷവും റമദാനിന് മുമ്പുമായി വർഷത്തിൽ 2 തവണയാണ് ചടങ്ങ് നടക്കാറുള്ളത്. ജലീൽ കണ്ണമംഗലം, ഏഷ്യൻ. എന്തുകൊണ്ടാണ് അള്ളാഹു ഈ ആദരവ് കൊടുക്കുന്നത്? ആ പണ്ഡിതൻ ജീവിതത്തിൽ ഖൈറല്ലാതെ ചെയ്യാറില്ല. സഹോദരന്മാരെ, 37 വർഷം കൊണ്ട് തുടങ്ങിയ മർക്കസിൽ ശരീഅത്ത് കോളേജിലൂടെ 10,000-ഓളം വരുന്ന പണ്ഡിതരെ കൈമാറിയ അതേ സ്ഥാപനം തുടങ്ങുന്നത് 25 അനാഥകളിലൂടെയാണ്. ആ 25 അനാഥകളെ കൊണ്ട് ആരംഭിച്ച യതീംഖാനയിൽ നിന്ന് കഴിഞ്ഞ 37 വർഷക്കാലം കൊണ്ട് ആയിരക്കണക്കായ അനാഥകളെയാണ് മഹാനായ കാന്തപുരം ഉസ്താദ് വിവിധങ്ങളായ മേഖലകളിലേക്ക് കൈമാറിയത്. അതിൽ സാധുക്കളായ കുട്ടികളെ ഡോക്ടർമാരാക്കിയിട്ട്, മതപണ്ഡിതന്മാരാക്കിയിട്ട്, അതുപോലെ വ്യത്യസ്തങ്ങളായ പ്രഗത്ഭരായ വിവരമുള്ളവരാക്കി മാറ്റിയ ശൈഖുന കൂടുതലായി പഠിക്കാൻ കഴിയാത്ത അനാഥകൾക്ക് അതാ അവിടുന്ന് വിദേശ രാജ്യങ്ങളിൽ ജോലിയൊരുക്കി കൊടുക്കുകയാണ്. ഓ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, പലപ്പോഴും ഉസ്താദ് സമുദായത്തിന്റെ പേരിൽ പണം പറ്റുന്നയാളാണെന്ന് നിങ്ങൾ കേൾക്കാറില്ലേ? എന്നാൽ അവിടത്തെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ആ പണ്ഡിതന് അള്ള എന്തൊക്കെ നിഅമത്ത് കൊടുത്തിട്ടുണ്ടോ, എന്തൊക്കെ അള്ളാഹു കൊടുത്തിട്ടുണ്ടോ, അള്ള കൊടുത്ത ആരോഗ്യവും സമ്പത്തും സ്വാധീനവും എല്ലാം ഈ സമുദായത്തിനല്ലേ അദ്ദേഹം നൽകിയത്. അഡ്നോക്കെന്ന് പറയുന്ന UAE-യിലെ പെട്രോൾ കമ്പനിയുമായി അവിടെ നിന്നുണ്ടാക്കിയ ഒരു കരാറിന്റെ ബലത്തിൽ അവിടെ നിന്നതാ വർഷാവർഷം മർക്കസിലേക്ക് അഡ്നോക്കിന്റെ വിസ എത്തുകയാണ്. സഹോദരന്മാരെ, ഒരു വിസക്ക് 10,000 രൂപ വെച്ച് വാങ്ങിയാൽ തന്നെ ഓരോ വർഷവും ലക്ഷങ്ങൾ അവിടത്തേക്ക് സംഘടിപ്പിക്കാമായിരുന്നു. പണം വാങ്ങാൻ റസൂലുള്ളാന്റെ പേര് പറയേണ്ടി വരില്ല, അനാഥകളുടെ പേര് പറയേണ്ടതുമില്ല. ഈ 100 കണക്കിന് വിസകളിൽ ഓരോ വിസക്കും 10,000 കൊടുത്ത് വാങ്ങിയാൽ ലക്ഷങ്ങൾ തന്റെ മക്കൾക്ക് സമ്പാദിക്കാമെന്നിരുന്നിട്ട് പോലും അതിൽ നിന്നൊന്നിനു പോലും 1 രൂപ വാങ്ങാതെ അതാ അനാഥകളായ മക്കളെ കൊണ്ടുപോയി വിദേശ രാജ്യങ്ങളിൽ ജോലി കൊടുക്കുകയാണ്. പോരാ, SSF-ന്റെയും SYS-ന്റെയും നേതൃത്വത്തിൽ കേരളത്തിന്റെ കുഗ്രാമങ്ങളിൽ ജീവിക്കുന്ന സാധുക്കളായ ജനവിഭാഗങ്ങളെ കണ്ടെത്തി അവർക്ക് വിദേശത്ത് ജോലി കൊടുക്കാൻ ഈ സമുദായത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടെ നിന്ന് പ്രവർത്തിക്കുകയാണ്. അറിയോ, ഞാൻ ഓർക്കുകയാണ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്ത് അതാ ഒരു ചുമട്ടുതൊഴിലാളിയായ മുസ്ലിം സഹോദരൻ തന്റെ ജോലിക്കടയിൽ വാഹനത്തിൽ നിന്ന് താഴെ വീണ് മരിക്കുകയാണ്. ആ മനുഷ്യൻ മരണപ്പെടുമ്പോ തന്റെ പറക്കമുറ്റാത്ത യതീമുകളെ നെഞ്ചിലേക്ക് ചേർത്തി വെച്ചിട്ട് ആ സഹോദരന്റെ ഭാര്യ കരയുന്നു. അതാ SYS-ന്റെ പ്രവർത്തകന്മാര് ആ മക്കളെ കൊണ്ടുപോയി മർക്കസിലാക്കുകയാണ്. ഉസ്താദ് ആ മക്കളെ വളർത്തുകയാണ്. ആ കുട്ടികളിൽ മൂത്ത സഹോദരൻ അതാ +2 പാസ്സായി നന്നായി പഠിച്ച ആ വിദ്യാർത്ഥിക്ക് വിദേശത്ത് അഡ്നോക്കിന്റെ വിസയിൽ ഒരു ജോലി വാങ്ങിക്കൊടുക്കുകയാണ്. അതേ, തന്റെ വിദ്യാഭ്യാസ യോഗ്യതക്കനുസരിച്ച് ഉന്നതമായ ഓഫീസ് ജോലി കിട്ടുന്നു. ആദ്യമായി 1 മാസക്കാലം ജോലി ചെയ്ത ആ ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് തന്റെ ആദ്യത്തെ ശമ്പളമായ 50,000 രൂപയുടെ നോട്ടുകൾ വരുമ്പോ ആ ചെറുപ്പക്കാരൻ ചിന്തിക്കുകയാണ്, എന്റെ പിതാസമാനരായ എന്റെ ഗുരുനാഥനല്ലേ എന്നെ ഇവിടെ എത്തിച്ചത്, അദ്ദേഹമല്ലേ എനിക്കിങ്ങനെ സഹായം ചെയ്തു തന്നത്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായി ലഭിച്ച ഈ 50,000 ശമ്പളോ ഉസ്താദ് എപ്പോഴാണോ ദുബായിലെത്തുന്നത് അവിടത്തെ കയ്യിലേക്ക് കൊടുക്കണമെന്ന് ചിന്തിച്ച് കാത്തിരിക്കുന്നു.
സുബ്ഹാനല്ലാഹ്, ഉസ്താദ് ദുബായിലെത്തിയതറിഞ്ഞുകൊണ്ട് അതാ ചെറുപ്പക്കാരൻ വരികയാണ്. ഓ ചെറുപ്പക്കാരെ, ഈ സമുദായത്തിൽ നിന്ന് പണം തട്ടുന്നു എന്ന് നിങ്ങൾ കേട്ട ശൈഖുനയുടെ കൈകളിലേക്ക് ആ ചെറുപ്പക്കാരൻ 50,000 നോട്ടുകെട്ട് കൊടുക്കുമ്പോ ആ ഗുരുനാഥൻ പറയുന്നതെന്താണ്? മോനെ, നിന്റെ മാതാവ് നിന്റെ പിതാവ് മരിച്ചതിന്റെ ശേഷം നിന്റെ മാതാവ് നിന്നെ വളർത്താൻ അനുഭവിച്ച സങ്കടങ്ങൾ എനിക്കറിയാമല്ലോ മോനെ. അതുകൊണ്ട് ഈ കാശ് മുഴുവനോ നിന്റെ ഉമ്മ കഴിച്ചു കൊടുക്കൂ. വർഷങ്ങൾ ജോലി ചെയ്തുകൊണ്ട് ആ ചെറുപ്പക്കാരൻ നാട്ടിലെത്തുകയാണ്. നല്ല ഒരു വാഹനമെടുത്ത് തന്റെ ഉമ്മയെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് മഹാനായ ശൈഖുനായുടെ ഓഫീസിന്റെ ചാരത്ത് വണ്ടി നിർത്തിയിട്ട് ഉസ്താദിന്റെ റൂമിന്റെ ജനലിനടുത്ത് വന്നുകൊണ്ട് ആ ഉമ്മ കരയുകയാണ്. അവിടെ നദാ തന്റെ പഴയകാല കാലഘട്ടങ്ങൾ ഓർക്കുകയാണ്. ആ ഉമ്മ പറയുന്നു, ഉസ്താദേ, ഇന്നലെ ഞാൻ അനുഭവിച്ച വേദനകൾ എത്രയാണ്. എന്റെ ഭർത്താവ് മരണപ്പെട്ട ശേഷം എന്റെ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ എന്റെ അയൽപക്കത്തുള്ള മുതലാളിമാരുടെ അടുക്കള വൃത്തിയാക്കി കിട്ടുന്ന പണം കൊണ്ടാ ഞാൻ എന്റെ മക്കൾക്ക് അരി വാങ്ങിയിരുന്നത്. എന്നാലും അവർക്ക് അവർക്ക് നല്ലൊരു ഭക്ഷണം കൊടുക്കാൻ അത് തികയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ മക്കള് മാംസം കഴിച്ചിട്ട് കാലമേറെയായിരുന്നു. അങ്ങനെയാണ് ഞാൻ സ്വരൂപിച്ചു വെച്ച പണം കൊണ്ട് മാർക്കറ്റിൽ നിന്ന് എന്റെ മക്കൾക്ക് വേണ്ടി ഞാനൊരു കിലോ മാംസം കൊണ്ടുവരികയാണ്. ആ മാംസത്തിന്റെ പൊതി കൊണ്ടുവന്ന് എന്റെ അടുക്കളയിൽ വെച്ച ശേഷോ ഞാനതാ എന്റെ വീടിന്റെ മുറ്റം വൃത്തിയാക്കാൻ പോകുന്നു. പക്ഷേ അന്നെന്റെ വീടിന് വാതിലുണ്ടായിരുന്നില്ല. വാതിലില്ലാത്ത എന്റെ വീടിന്റെ അടുക്കളയിലേക്ക് ഒരു പട്ടി വന്നിട്ട് എന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ച മാംസത്തിന്റെ പൊതിയെടുത്ത് ആ പട്ടി കടിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് കരയാനല്ലാതെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ ടെറസിന്റെ വീട്ടിലാ ഉറങ്ങുന്നത്. ഇന്ന് ഞാൻ നല്ല ഭക്ഷണ കഴിക്കുന്നത്. എന്റെ മകൻ യുഎഇയിലെത്തിയ ശേഷം ഞാൻ ജീവിതത്തിൽ വിഷമമറിഞ്ഞിട്ടില്ല. ഓ ഉമ്മമാരെ, ഇന്നലെ നിങ്ങൾ വയല് കേട്ടില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ നന്നായി വയല് കേട്ടു. ഇന്നെന്താണ് പുതിയൊരു വിഷയം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങളിത് സഹകരിച്ച് ശ്രദ്ധിക്കണമെന്നാ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കൊരുപാട് ദുആ ചെയ്യേണ്ട ഉലമാക്കളിൽപ്പെട്ട പണ്ഡിതനാണ് ശൈഖുന കാന്തപുരം ഉസ്താദ്. നിങ്ങളോട് കൂടുതലൊന്നും ഈ പ്രസ്ഥാനം ആവശ്യപ്പെടുന്നില്ല. അവിടത്തേക്ക് വേണ്ടി ഉമ്മമാരെ നിങ്ങളൊന്ന് ദുആ ചെയ്തു കൊടുക്കണമെന്ന് പറയാനാ ഞങ്ങൾ ശ്രമിക്കുന്നത്. അതേ, ഇതൊരു ഉമ്മയുടെ അനുഭവമല്ല. യുഎഇയിലെ വിവിധങ്ങളായ തെരുവുകളിലൂടെ വണ്ടിയോടിക്കുന്ന ചെറുപ്പക്കാർക്ക് അറിയാമല്ലോ, ആ അഡ്നോക്കിന്റെ പമ്പുകളിൽ എവിടെ പെട്രോൾ അടിക്കാൻ കയറിയാലും കാന്തപുരം ഉസ്താദിന്റെ കൈകളിലൂടെ കഞ്ഞിക്ക് വക കണ്ടെത്തിയ ഒരു മലയാളിയെങ്കിലും ഇല്ലാത്ത പമ്പ് അവിടെ ഇല്ലല്ലോ. അതേ, അനവകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ആകദാ, ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവനും സ്വർഗീയ ലോകത്ത് ഇപ്രകാരമാണെന്ന് അവിടത്തെ 2 തിരുവിരലുകൾ ഉയർത്തി കാണിച്ചു പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വരികൾ എത്രയാണ്. മറ്റൊരിക്കൽ അവിടുന്ന് പറഞ്ഞില്ലേ, ഒരു യതീമായ മോന്റെ തലയിൽ ഒരാൾ കൈവച്ച് കഴിഞ്ഞാൽ, അതേ സഹോദരന്മാരെ, സ്വന്തം ബാപ്പാന്റെ തലോടലേറ്റുവാങ്ങാൻ കഴിയാത്ത ഒരു കുഞ്ഞുമോന്റെ തലയിൽ ഒരു മനുഷ്യനങ്ങ് തലോടിക്കഴിഞ്ഞാൽ ആ കൈവച്ച സ്ഥലത്തുള്ള മുടിയുടെ എണ്ണം കണ്ടുകൊണ്ട് അല്ലാഹു അവരുടെ ദോഷം പൊറുത്തു. ഓരോ മുടിയുടെ എണ്ണം കണ്ടുകൊണ്ട് അല്ലാഹു അവർക്ക് ദറജ ഉയർത്തിക്കൊടുത്തു. ഒഴിവുള്ള സമയങ്ങളിൽ നിങ്ങളൊന്ന് മർക്കസിൽ വന്നു നോക്കിയാൽ
അതേ ചെറുപ്പത്തിൽ മരണപ്പെട്ടുപോയ തന്റെ മാതാവിന്റെ അസാന്നിധ്യം കൊണ്ട് ഉമ്മന്റെ കൂടെ ജീവിക്കാൻ കഴിയാതെ മർക്കസിലെ തുർക്കിയായെത്തിയ മക്കളുടെ മുന്നിലേക്ക് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് കയ്യിലൽപ്പം മിഠായി പേക്കുമായി ചെല്ലുന്ന രംഗങ്ങളുണ്ട്. ആ മിഠായി പേക്കുമായി കാന്തപുരം ഉസ്താദ് അനാഥ മക്കളെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു പിതാവിന്റെ അരികിലേക്കെന്ന പോലെ അവിടത്തെ ചാരത്തേക്ക് ഓടിക്കൂടുന്ന മക്കളെത്രയാണ്. അതേ ആ പണ്ഡിതന്റെ ചുറ്റിലും വട്ടം കൂടി നിൽക്കുന്ന മക്കള്, അതേ ഒരു പിതാവിന്റെ കയ്യിൽ നിന്നെന്ന പോലെ മിഠായിക്ക് വേണ്ടി മത്സരിക്കുന്ന മക്കള്, ഒരു വല്ലിപ്പയോടെന്ന പോലെ അവിടത്തെ താടിരോമങ്ങളിൽ കുഞ്ഞിളം കൈകളെ കൊണ്ട് തലോടുന്ന മക്കള്. ഇതൊക്കെയാണ് ആ പണ്ഡിതൻ ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കേവലം ഈ കേരളത്തിൽ മാത്രമല്ല സഹോദരന്മാരെ. ഇവിടെ മഹാനായ താജുൽ ഉലമയുടെ നാമധേയത്തിൽ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ്. ഈ സ്ഥാപനവും ഉമ്മമാരെ നിങ്ങൾക്ക് തരുന്നത് ഇതുപോലെയുള്ള ഹൈറായ സംഗതികളാണ്. ഈ നാടിന് വേണ്ട നന്മകളാണ്, ഈ നാടിന് വേണ്ട സേവനങ്ങളാണ്. രാഷ്ട്രീയപരമായി പ്രശ്നത്തിനോ സംഘടനാപരമായ വിഭാഗീയതകൾക്കോ വേണ്ടിയല്ല. നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന തലമുറ നന്നായി കാണണം. അവർ നന്നായി ദീൻ പഠിക്കുന്നവരാകണം. അവർ നന്നായി ഭൗതികം പഠിക്കുന്നവരാകണം. മദ്യവും മദിരാക്ഷിയും മറ്റുള്ള തിന്മകളും സമൂഹത്തിൽ വ്യാപിക്കുമ്പോൾ അതിൽ നിന്ന് അവരെ കൈപിടിച്ചു വളർത്തി നന്മയിലൂടെ കൊണ്ടുപോകാൻ പറ്റിയ സ്ഥാപനമാക്കി വളർത്താനാണ്. ഇങ്ങനെ കേരളം മാത്രമല്ല ഇന്ത്യ ഒട്ടുക്കും ആ സ്ഥാപന സമുച്ചയങ്ങളുണ്ട്. ഓ ഉമ്മമാരെ, രക്ഷിതാക്കളെ, ഇത് ചെറിയ പ്രവർത്തനങ്ങളല്ല. ഉത്തരേന്ത്യയിലൂടെ മർക്കസ് ചെയ്യുന്ന സേവനങ്ങളുടെ വലുപ്പം അറിയണമെങ്കിൽ ആ രാജ്യത്തെ വേദനകളൊന്ന് പരിശോധിക്കണം. ഏതാനും മാസം മുമ്പാണ് മർക്കസിൽ നിന്നൊരു 10 അംഗ ഡോക്ടർമാരടങ്ങുന്ന മെഡിക്കൽ സംഘം പഞ്ചാബിലേക്ക് പുറപ്പെടുകയാണ്. എന്തിനാണ് അവർ പഞ്ചാബിലേക്ക് പോയതെന്നറിയുമോ? അതിന്റെയും മാസങ്ങൾക്ക് മുമ്പ് അവിടെ മർക്കസിന്റെ നേതൃത്വത്തിൽ ഒരു പള്ളിയെടുക്കുകയാണ്. ആ പള്ളിയിലേക്ക് ആവശ്യമായ പ്രബോധകനെ നിശ്ചയിക്കുകയാണ്. ആ പ്രബോധകൻ ആ പള്ളിയുടെ പരിസരത്തുള്ള മുസ്ലിങ്ങളെ പള്ളിയിലേക്ക് വിളിച്ചുകൂട്ടുമ്പോൾ അതാ മനുഷ്യൻ കാണുകയാണ്, പള്ളിയിലേക്ക് വന്ന മുസ്ലിങ്ങളുടെ കൂട്ടത്തില് സിഖുകാരെ പോലെ കൃപാണം ധരിച്ചവരുണ്ട്, സിഖുകാരെ പോലെ തലയും മുടിയും വെച്ചവരുണ്ട്. അവർക്ക് ഇസ്ലാമിന്റെ സംസ്കാരം അറിയില്ല, ഇസ്ലാമിന്റെ സന്ദേശം അറിയില്ല. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെയാണ് അവിടെ കാണുന്നത്. ഒന്നുകൂടി പറയട്ടെ, ആ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന 75 വയസ്സു പ്രായമുള്ള മുസ്ലിം ആ മുസ്ലിമിന്റെ മാർഗകല്യാണം കഴിച്ചിട്ടില്ല. 75 വയസ്സു പ്രായമുള്ള മുസ്ലിമിന്റെ ചേലാകർമ്മം നിർവഹിക്കാതെ ഇസ്ലാമിന്റെ ബാലപാഠം പോലും അറിയാത്ത ഒരു ജനതയാണ് ഉത്തരേന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയകാലത്ത് നമ്മുടെ ഉലമാക്കളും ഉമറാക്കളും പടുത്തുയർത്തിയ കേരളത്തിലെ പള്ളി മിമ്പറുകളിൽ പരസ്പരം കലഹം കൂട്ടാൻ ഈ പ്രസ്ഥാനമില്ല, പടിയടച്ചു പിണ്ടം വെക്കാൻ ഈ സംഘടനയില്ല, ആരെയും അകത്താക്കാനും പുറത്താക്കാനും നമ്മളില്ല. നമുക്ക് അല്ലാഹു തന്ന ആയുസ്സുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഖൈറു ചെയ്യണമെന്നതല്ലാതെ. അങ്ങനെ മർക്കസിൽ നിന്ന് 10ഓളം വരുന്ന ഡോക്ടർമാര് പഞ്ചാബിലെത്തുകയാണ്. അതേ 6 വയസ്സുള്ള കൊച്ചുകുട്ടി മുതൽ 75 വയസ്സു പ്രായമുള്ള മുസ്ലിം വൃദ്ധൻ വരെ അടങ്ങുന്ന 300ഓളം വരുന്ന മുസ്ലിങ്ങളുടെ ചേലാകർമ്മം നിർവഹിച്ചു കൊടുത്തിട്ട് വേണം അവിടെ ഒരു പള്ളി ആരംഭിക്കാനെങ്കിൽ. ഇത്രമാത്രം വിഷമം സഹിച്ച ഒരു രാജ്യത്താണ് മഹാനായ കാന്തപുരം ഉസ്താദ് പ്രവർത്തിക്കുന്നത്. അതേ ഗുജറാത്തിൽ ഇന്ന് മർക്കസിന്റെ കീഴിൽ അനാഥാലയങ്ങളുണ്ട്, അതുപോലെ യതീംഖാനകളുണ്ട്, ഇംഗ്ലീഷ് മീഡിയങ്ങളുണ്ട്, ഇതുപോലെ ആസാമിലുണ്ട്, ജാർഖണ്ഡിലുണ്ട്. ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ മർക്കസിന്റെ കീഴിൽ അത്തരം സ്ഥാപനങ്ങൾ നടക്കുകയാണ്. സഹോദരന്മാരെ, അവിടുന്ന് കേരളത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനോ അതേ ഒരു ദിവസം 5ഉം 6ഉം പരിപാടിയിൽ പങ്കെടുക്കാൻ വേഗത കൂടിയ വാഹനം ഉപയോഗിച്ചതിന്റെ പേരിൽ
നിങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ കാണേണ്ട മറ്റൊരു ചിത്രം കൂടിയുണ്ട്. അതേ വെസ്റ്റ് ബംഗാളിന്റെ കുഗ്രാമങ്ങളിലൂടെ അവിടങ്ങളിലുള്ള മുസ്ലിങ്ങളുടെ പ്രശ്നം പഠിക്കാൻ ചെന്ന ശൈഖുന വെള്ളിയാഴ്ച ജുമഅയുടെ സമയമെത്തുമ്പോ എവിടെയാ ജുമ നിസ്കരിക്കാനുള്ള സ്ഥലമെന്ന് ചോദിക്കുമ്പോ അതേ അവിടെയുള്ള മനുഷ്യര് വിശാലമായി പടർന്നു പന്തലിച്ച വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞത്, ശൈഖ് സാബ് ഇവിടെയാ ഞങ്ങൾ ജുമ നിസ്കരിക്കാറുള്ളത്. അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ ഒരു 5 സെന്റ് സ്ഥലം പോലുമില്ലാത്ത തെരുവുകളാണ് അവിടങ്ങളില്. അവിടെയാണ് നൂറുകണക്കായ പള്ളികള് മഹാനായ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ടത്. അതേ നൂറുകണക്കായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, നൂറുകണക്കായ ജലവിതരണ പദ്ധതികള്, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം 3000-ഓളം വരുന്ന പള്ളികള് ഒരു പണ്ഡിതന്റെ കൈകളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കാന്തപുരം ഉസ്താദിന്റെ കൈകളെ കൊണ്ടാണ്. അതേ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാനും അതുപോലെ ബിസിനസ് ഉദ്ഘാടനം ചെയ്യാനും അതുപോലെയുള്ള സംവിധാനങ്ങൾ തുടങ്ങിക്കൊടുക്കാനോ നമ്മുടെ നാട്ടിൽ ഒരുപാട് നേതാക്കളുണ്ട്. പക്ഷേ മഹാനായ കാന്തപുരം ഉസ്താദ് അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്ന 3000-ഓളം വരുന്ന പള്ളികൾ അതേ ഒരേ ഒരു പണ്ഡിതന്റെ കൈകളെ കൊണ്ട് തുറന്നു കൊടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കാന്തപുരം ഉസ്താദിന്റെ കൈകളെ കൊണ്ടാണ്. മൻ ബനാലില്ലാഹി ബൈതൻ ബനല്ലാഹു ബൈതൻ ഫിൽ ജന്ന. അതേ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു ഭവനമുണ്ടാക്കാൻ ഒരാൾ കാരണക്കാരനായാൽ അവൻ അള്ളാഹു സ്വർഗത്തിൽ ഭവനം നൽകുമേ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഇനി നിങ്ങൾ നോക്ക്, കാശ്മീരിൽ കാശ്മീരിന്റെ കാലുഷ്യം നിറഞ്ഞ തെരുവിൽ മദ്രസയിലേക്കോ സ്കൂളുകളിലേക്കോ പോകാൻ കഴിയാത്ത കുരുന്നുമക്കൾ, 18 വയസ്സുള്ള മുസ്ലിം ചെറുപ്പക്കാരന് അലിഫ് എന്ന് പറഞ്ഞ് ഉച്ചരിക്കാൻ കഴിയാത്ത രാജ്യം,